ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ആർജി. ഇത് എൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. സോ ഞാൻ കഴിഞ്ഞ 3 വീഡിയോയിൽ ഒരു ചെറിയൊരു പാറ്റേൺ ശ്രദ്ധിച്ചു. കഴിഞ്ഞ 3 വീഡിയോയിൽ ഒരു വീഡിയോയ്ക്ക് 50 വ്യൂസ് പോലും കിട്ടിയില്ല ഈ സമയത്ത്. അപ്പോൾ അതെന്താന്ന് വളരെ നന്നായിട്ട് എനിക്കറിയില്ല. എന്നാലും ഞാനൊരു ഗസ് ചെയ്തതാണ്. അതൊരു 17 മിനിറ്റ് വീഡിയോ ആണ്. ബാക്കി രണ്ടും 10-12 മിനിറ്റിനകത്തുള്ള വീഡിയോ ആണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ വലിയ വീഡിയോസ് കാണുന്നില്ല. 15-16 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നു. 17 മിനിറ്റ് എന്ന് കാണുമ്പോൾ നമുക്ക് ഇത്രയും വലിയ വീഡിയോ ആര് കാണാൻ? അപ്പൊ 17 മിനിറ്റ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ 1 മണിക്കൂർ വീഡിയോ ആര് കാണാനാ? അപ്പം അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഒരുപാട് കുറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ വിചാരിച്ചു. അറ്റൻഷൻ സ്പാനിനെ കുറിച്ചല്ല, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഈസ് ചൂസിങ് സ്മോൾ റിവാർഡ്സ് നൗ ഇൻസ്റ്റെഡ് ഓഫ് ബിഗർ റിവാർഡ്സ് ലേറ്റർ. അതായത് നമ്മൾ ഇപ്പോഴത്തെ പ്ലഷറിന് വേണ്ടി ഫ്യൂച്ചറിലുള്ള റിവാർഡ്സ് നമ്മൾ വേണ്ടാന്ന് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അതായത് പ്രോട്ടീൻ റിച്ച്, ഫൈബർ, അങ്ങനെ എല്ലാ ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ജങ്ക് ഫുഡ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അത് നമുക്കറിയാം, ഇപ്പോഴും നമുക്ക് നല്ല ഒരു സുഖം കിട്ടും അത് കഴിക്കും. പക്ഷെ അത് നമുക്ക് ഫോർ ലോങ് ടേമിൽ നമുക്ക് നല്ലതാണ്. ബട്ട് എന്തുകൊണ്ട് നമ്മൾ ഇത് കഴിക്കുന്നു? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നമ്മൾ കഴിക്കുന്നു. ഇപ്പൊ നമുക്ക് നല്ലത് തോന്നാൻ വേണ്ടി നമ്മളത് കഴിക്കും. പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്യും, എന്തിനാ ഞാൻ അത് കഴിച്ചെന്നുള്ളത്. അതുപോലെ തന്നെ വേറെയും കാര്യങ്ങളുണ്ട്. നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചെറുതായിട്ട് സംസാരിച്ചായിരുന്നു പ്രൊക്കാസ്റ്റിനേഷനിൽ. നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തന്നെയാണ്, പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരികയാണ് 2222 എന്ന് പറഞ്ഞു. അപ്പൊ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ ഈ വീഡിയോ നടക്കില്ല. ഇന്ന് ഞാൻ എടുക്കില്ല, ചിലപ്പോൾ നാളെ ആവും പിന്നെ ഈ റെക്കോർഡിങ്, പിന്നെ മറ്റന്നാളാവും ഇതിന്റെ എഡിറ്റിംഗ്. അപ്പൊ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പോകും. ചെറിയൊരു കാര്യമാണ്, ബട്ട് നമ്മൾ ആക്ച്വലി അപ്പോഴും ഞാൻ ഈ ഫോൺ എടുത്തിട്ട് അതിൽ കുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ ലോങ് ടേം ഗോളായ എന്റെ യൂട്യൂബ് ഒന്ന് സ്ലോ ഡൗൺ ആവും. അത് ഒരു കാര്യമാണ്. ഇതുപോലെ ഞാൻ പല കാര്യങ്ങളിൽ ഇങ്ങനെ എന്റെ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങ് നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സംഭവമാണ് ഇമ്പൾസീവ് ബൈ. ഇത് ഞാനും ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു സാധനം അത് നമ്മൾ വാങ്ങിച്ചങ്ങ് വെക്കും. ബട്ട് ആ എമൗണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യമുള്ള സാധനത്തിനോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്താലോ അത് നമുക്ക് ഗുണമുള്ള കാര്യമാണ്. ബട്ട് ഇപ്പൊ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കണ്ടിട്ട് സുഖം തോന്നുന്ന ഒരു സംഭവം നമ്മളങ്ങ് മേടിച്ചു വെക്കും. അത് പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇതിന് യൂസ് ഇല്ലെങ്കിൽ എന്തിനാ പൈസ ഇതിന് വേസ്റ്റ് ചെയ്തതെന്ന് പറയും. അത് നമ്മൾ അപ്പോഴും വിചാരിക്കും, റിഗ്രറ്റ് ചെയ്യും. പക്ഷെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് അപ്പോഴും ഒരു സുഖം തോന്നും, ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. സോ ഇതൊക്കെയാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനുള്ള എക്സാമ്പിൾസ്. ഇതിന് ആക്ച്വലി ഡോപ്പമിനുമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. ഇത് ഡോപ്പമിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹാപ്പി ഹോർമോൺ ഒന്നും അല്ല കേട്ടോ. ഇറ്റ് ഈസ് എ കെമിക്കൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മോട്ടിവേഷൻ, റിവാർഡ് ആൻഡ് ആന്റിസിപ്പേഷൻ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്, നമുക്കത് നല്ലതെന്ന് തോന്നുമ്പോൾ നമുക്കൊരു സ്റ്റിമുലേ കിട്ടും. നമ്മുടെ ബ്രെയിൻ ഒരു സിഗ്നൽ കൊടുക്കും. ഫോർ എക്സാമ്പിൾ, നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോഴും നമ്മൾ ആരുടെ മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല, ബട്ട് എങ്കിലും നമുക്കത് തുറക്കാൻ ഒരു എന്താ പറയുക, ഒരു വേവലാതിയാണ്. അതാണ് ഡോപ്പമിൻ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ചു, അപ്പോഴും നമ്മുടെ ബ്രെയിൻ പറയുകയാണ് ഇത് കൊള്ളാം, നമ്മളിത് റിപ്പീറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഈ ഡോപ്പമിന്റെ എഫക്ട് എന്ന് പറയുന്നത്. ഞാനൊരു ഡോക്ടറൊന്നും അല്ല, അപ്പം എനിക്ക് എന്റെ രീതിയിൽ ചെറിയ രീതിയിൽ മനസ്സിലായ രീതിയിൽ ഞാൻ പറഞ്ഞു തരിക. ഇതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാൻ കേട്ടോ. ഇനി മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേൾഡിൽ, മോഡേൺ വേൾഡിൽ ഡോപ്പമിൻ അൺലിമിറ്റഡ് ആണ്. ഐ മീൻ ഡോപ്പമിൻ കിട്ടാനുള്ള വഴി അൺലിമിറ്റഡ് ആണ്. അതിന് എഫേർട്സും സീറോ ആണ്. ഫോർ എക്സാമ്പിൾ, ഫോൺ ഉണ്ട് എന്റെ കയ്യിൽ, എനിക്ക് എന്ത് വേണോ സെർച്ച് ചെയ്യാം, എന്ത് വേണോ കാണാം. എനിക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ഒന്നും എനിക്ക് ആൾക്കാരുടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വെറുതെ എനിക്ക് ലോകം മുഴുവൻ കാണാം ഇവിടെ ഇരുന്ന് തന്നെ. എനിക്ക് എന്താ പറയാ, മൗണ്ട് എവറസ്റ്റ് വരെ കാണാം വേണമെങ്കിൽ വീഡിയോ എടുത്ത് വെച്ച്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എല്ലാം കണ്ട്, നമുക്ക് എല്ലാം സന്തോഷിച്ച്, നമുക്ക് പെട്ടെന്ന് എല്ലാത്തിനും ഒരു സുഖം കിട്ടും. ബട്ട് ഇത് വളരെ വലിയൊരു പ്രശ്നം. കാരണം ഇത് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോണ്ടല്ലോ, അത് അതിൽ കൂടുതൽ വേണം എന്നായി. ഇപ്പം എനിക്ക് ഒരു ലെവൽ ഹാപ്പിനെസ് കിട്ടി, ബട്ട് അടുത്ത പ്രാവശ്യം എനിക്ക് ഇതേ സെയിം ലെവലിൽ എനിക്ക് സന്തോഷം കിട്ടില്ല. സോ അങ്ങനെ വളരെ ഒരു പ്രശ്നം വരാൻ സാധ്യത. ഇനി ഞാനൊരു എക്സ്പെരിമെന്റിനെ കുറിച്ച് സംസാരിക്കാം. മാർഷ്മലോ എക്സ്പെരിമെന്റ്. മാർഷ്മലോ എക്സ്പെരിമെന്റ് ആക്ച്വലി ഒരു 2000 മുമ്പ് നടന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇത് ആക്ച്വലി സൈക്കോളജിസ്റ്റ് ഒക്കെ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇതിലെന്താ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പിള്ളേരെ ഒരു റൂമിൽ ഇരുത്തിയിട്ട് മാർഷ്മലോ എന്ന് പറഞ്ഞൊരു മിഠായി എന്നൊരു സാധനം അത് അവർ കൊടുത്തു. അത് എന്നിട്ട് അവർ കുട്ടികളെടുത്ത് പറഞ്ഞു, ഞങ്ങൾ 15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരും,
വെളിയിൽ പോയിട്ട്. അതുവരെ കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഒരു മാർഷ്മെല്ലോ ഇങ്ങോട്ട് തരാൻ പോകും. അപ്പൊ അവര് പോയി. തിരിച്ചു വന്നതിന് ശേഷം നോക്കുമ്പോൾ കുറച്ച് കുട്ടികൾ കഴിച്ചിട്ടില്ല, കുറച്ച് കുട്ടികൾ കഴിച്ചു. കഴിക്കാത്ത കുട്ടികൾക്ക് ഒരു മാർഷ്മെല്ലോ കൂടെ കിട്ടി. എക്സ്പെരിമെന്റ് അവിടെയല്ല കഴിഞ്ഞത്. എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ട് 15-20 വർഷം കഴിഞ്ഞ് ഇവരൊക്കെ വലുതായതിനു ശേഷമാണ് എക്സ്പെരിമെന്റ് കഴിഞ്ഞത്. അതിനുശേഷം ഇവര് ഈ എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്ന കുട്ടികൾ ഇപ്പൊ എന്ത് ചെയ്യുന്നെന്ന് അന്വേഷിച്ചു. അപ്പൊ കമ്പാരിറ്റീവ്ലി മാർഷ്മെല്ലോ ആ സമയത്ത് കഴിക്കാത്ത കുട്ടികൾ ലൈഫിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് ഇന്റലിജൻസോ നോളജോ ഒന്നുമല്ല കുട്ടികൾ. ഇത് പേഷ്യൻസ്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇമോഷണൽ കൺട്രോൾ. നിങ്ങൾക്ക് അറിയാം ഇത് ചെയ്താൽ ബെറ്റർ റിസൾട്ട് കിട്ടും. ബട്ട് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടികൾ ഇമോഷണൽ കൺട്രോൾ, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും പേഷ്യൻസും ഒക്കെ പഠിച്ചതുകൊണ്ട് ഇവർക്ക് ലൈഫിൽ ഓരോ ഡിസിഷൻസ് എടുക്കാനും ബെറ്റർ ആയിട്ട് ചിന്തിക്കാൻ പറ്റും. അവർ റാഷണൽ ആയിട്ട് കൂടുതൽ ചിന്തിച്ചു. അതാണ് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലായത്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ തെറ്റാണെന്ന് ആരും പറയുന്നില്ല. അതിന് ഓരോ സമയങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഇത്രയും സംസാരിക്കല്ലേ, എനിക്ക് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നല്ല ദാഹം. അപ്പോഴും എനിക്ക് ഉടനെ എന്താ പറയാ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചു കഴിയുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും. ഒരു സുഖം. നമ്മൾ തെറ്റായ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും ശരിയായ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി നമ്മൾ ആ രീതിയിൽ പെരുമാറും. അതായത് ഞാനിപ്പം വാഷ്റൂമിൽ പോയില്ല, ഞാൻ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഇത് എനിക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ലോങ് ടേമിൽ നല്ലതാണോ ചീത്തയാണോ നമ്മൾ നോക്കുക. അയ്യോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ സംഭവിക്കാം, അതൊക്കെ വളരെ മോശമുള്ള കാര്യമാണ്. അപ്പം അപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ തന്നെയാണ് വേണ്ടത്. ഞാനിപ്പം വെള്ളം കുടിക്കുന്നില്ല, എനിക്ക് ഡീഹൈഡ്രേഷൻ ആവാം. സോ അപ്പോഴും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് വേണ്ടത്. നമ്മൾ എപ്പോഴും ലോങ് ടേമിൽ തന്നെയാണ് നോക്കേണ്ടത്. ഇനി ഞാൻ 4-5 പ്രോബ്ലംസ് ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കാരണം വരുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, അറ്റൻഷൻ സ്പാൻ. ഈ വീഡിയോ തന്നെ ഇപ്പൊ 10 മിനിറ്റ് കൂടുതലാണ്. അപ്പം ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതൊരു 1 മിനിറ്റ് വീഡിയോ ആയിരുന്നു, കൂടുതൽ പേര് കണ്ടിരുന്നു. ഇതൊരു 60 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ അത്ര പോലും ആൾക്കാർ കാണില്ല, ഇപ്പൊ കാണുന്നത്. അത് അറ്റൻഷൻ സ്പാനിന്റെ പ്രശ്നം. സെക്കൻഡ് വൺ, ഇംപേഷ്യൻസ്. നമ്മൾ എന്തെങ്കിലും ഫോണിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചൂടാകും, ഇല്ലേ? നമ്മൾ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആർക്കെങ്കിലും, അപ്പോൾ ആരെങ്കിലും പറയും ഞാൻ കേൾക്കുന്നില്ലേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ചൂടാകും. അത് ഇംപേഷ്യൻസ് ആയതുകൊണ്ടാണ്. നമുക്ക് പെട്ടെന്ന് ഇംപേഷ്യന്റ് ആവും. ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഞാനും കണ്ടിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ഫോണ്, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ റീല് തുറന്നു കൊടുക്കും ഭക്ഷണം കഴിക്കാൻ. നിങ്ങൾ കണ്ടറിയാം അവർക്ക് ഭയങ്കര ഇംപേഷ്യൻസ് ആയി തുടങ്ങി. അവർക്ക് അതില്ലാതെ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ. അത് നമ്മൾ അവരുടെ നിന്ന് ചോദിച്ചാലൊന്നും അവർ തരില്ല. നമ്മൾ പിടിച്ചു വാങ്ങിക്കാൻ നോക്കി അവർ നിർബന്ധം കാണിക്കും. അതൊക്കെ വളരെ എന്താ പറയാ ഇംപേഷ്യൻസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ് പിള്ളേർ. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ലോ ഡിസിപ്ലിൻ. നമുക്ക് ഡിസിപ്ലിൻ ഒരിക്കലും ഉണ്ടാവില്ല നമുക്ക് അറ്റൻഷൻ സ്പാൻ കുറവാണെങ്കിൽ. നമുക്ക് ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കാരണം നമ്മൾ എന്തെങ്കിലും 2 ദിവസം തുടങ്ങിയിട്ട് നമ്മൾ വിചാരിക്കുക അയ്യോ ഇതിലൊന്നും നടക്കുന്നില്ലല്ലോ. ഞാൻ ഇപ്പൊ യോഗ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കും ഒന്നും നടക്കുന്നില്ല, വിട്ടുകളയാന്ന് വിചാരിച്ച് ഞാനങ്ങ് വിട്ടുകളയും. ഡിസിപ്ലിൻ ഉണ്ടാവുന്നില്ല, കാരണം എക്സ്പെക്ടേഷൻസ് ആർ ടു മച്ച്. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റാർട്ട് ടു ഫീൽ ഗുഡ്. കാരണം ആക്ച്വലി ഇപ്പൊ ഈ വീഡിയോ തന്നെ നോക്കുക, ഈ വീഡിയോ തന്നെ ഇത് ഒരുപാട് പേർക്ക് ബോറിംഗ് ആയിട്ട് തോന്നാം. കാരണം ഇതില് എന്താ പറയാ എല്ലായിടത്തും ഡോപ്പമിൻ ഒന്നും കിട്ടില്ല ആൾക്കാർക്ക്. ഇതൊരു വീഡിയോ ഞാൻ വെറുതെ ഇരുന്ന് പറയുന്നു, ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഡോപ്പമിൻ കിട്ടാനായിട്ടുള്ള കണ്ടന്റും ഇല്ല. ഇതില് വെറുതെ കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു. ഇതില് എന്റർടൈൻമെന്റ് ആയിട്ട് ഒന്നുമില്ല. മ്യൂസിക്കോ അല്ലെങ്കിൽ എന്താ കോമഡിയോ ഒന്നുമില്ല ഇതില് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം. അപ്പൊ ഇതിൽ ഒരിക്കലും ഡോപ്പമിൻ കിട്ടില്ല, ഇത് ബോറാവാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങാം, എന്തോ ആവട്ടെ. ബട്ട് ദ തിങ് ഈസ്, നിങ്ങൾക്ക് ലൈഫ് ഇതുപോലെ ബോറായിട്ട് ഇത് എല്ലാ സമയവും നിങ്ങൾക്ക് എന്തെങ്കിലും കോമഡിയോ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണം എന്നുള്ളൊരു രീതിയായി മാറും. ഇൻക്രീസസ് എസ്കേപ്പിസം ആൻഡ് അഡിക്ഷൻ. ഇത് രണ്ടും ആക്ച്വലി ഇന്റർലിങ്ക്ഡ് ആണ്. അതായത് നമ്മൾ ആൾക്കാർ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുകയും എന്നിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയും ചെയ്യും. അതായത് ലൈഫിൽ നിന്നും മാറി നിൽക്കുക, നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്നും ലഹരിയൊക്കെ യൂസ് ചെയ്ത് വേറൊരു ലോകത്തോട്ട് പോയിരിക്കുക എന്നുള്ളൊരു രീതിയായി മാറും. കാരണം അവർക്ക് എന്താ പറയാ റിയാലിറ്റി ആയിട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടായി തുടങ്ങും. കാരണം ഡോപ്പമിൻ കിട്ടാതാവുമ്പോഴത്തേക്കും ഈ നമ്മൾ ഈ കണ്ടിട്ടുണ്ടല്ലോ, അഡിക്ഷൻ ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ, കൈയൊക്കെ വിറയ്ക്കും കള്ളൊക്കെ കുറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ സിഗരറ്റ് വലി കുറയ്ക്കുമ്പോഴോ പല ഡിഫറെന്റ് ആയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്തിട്ട് അത് ഡി അഡിക്ഷനിലോട്ട് കൊണ്ടുപോകുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റില്ല ആ ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാം.
സി ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസിപ്ലിൻ. നിങ്ങൾ ബെറ്റർ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ഫോക്കസ് കിട്ടും. എല്ലാ കാര്യത്തിലും എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു ഫോക്കസ് കൂടും നിങ്ങൾക്ക്. അതല്ലാതെ നിങ്ങളുടെ ലോങ് ടേം സക്സസ് അതിൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് കൂടും, നിങ്ങൾക്ക് ഇന്നർ പീസും കൂടും. ഇതെല്ലാം ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ബോർഡുമായിട്ട് കുറച്ച് നമ്മൾ എന്താ പറയുക കൈ കോർക്കേണ്ടതാണ്. അതായത് ബോർഡ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബോറടിക്കുകയാണ്, ഉടനെ ഫോൺ എടുക്കരുത്. അല്ലെങ്കിൽ ഉടനെ എന്താ പറയുക എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് ജങ്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കരുത്. ഇതൊന്നും അല്ല നിങ്ങൾക്ക് ബോർഡത്തിൽ ചെയ്യേണ്ടത്. ബോർഡം ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ബോറായിട്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് വരുന്നത് നല്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമയമുള്ളതും ബോറായിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ ആ സമയത്ത് ഇങ്ങനത്തെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓടാതിരിക്കുക. നിങ്ങൾ ബോർ ആകുമ്പോഴത്തേക്കും ആലോചിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും വർക്കിലോട്ട് നിങ്ങൾ ശ്രമിക്കുക. മേ ബി നിങ്ങളുടെ ആ സമയത്തായിരിക്കും നിങ്ങളുടെ വർക്കിൽ എന്തെങ്കിലും ക്ലിക്ക് ആകും. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും ഹോബീസ് കൊണ്ടുവരാൻ വിച്ച് വിൽ ബി ഗുഡ് ഫോർ യുവർ ലോങ് ടേം. ഫോർ എക്സാമ്പിൾ റീഡിങ് ബുക്സ്. നിങ്ങൾക്ക് ബോർ ആകുമ്പോൾ നിങ്ങൾ ബുക്ക് എടുത്ത് വായിക്കുക. ഫസ്റ്റ് പേജ് വായിക്കുമ്പോൾ ഉറക്കം വരും, കിടന്നുറങ്ങുക. ഇറ്റ്സ് ഓക്കെ. സെക്കൻഡ് ടൈം ബോർ ആകുമ്പോഴും നിങ്ങൾ ഒരു പേജ് വായിക്കുക, ഉറക്കം വരുന്നു, കിടന്നുറങ്ങുക. തേർഡ് ടൈം നിങ്ങൾ വായിക്കുന്നു, ഉറക്കം വരുന്നു, കിടന്നുറങ്ങുക. എത്ര വട്ടം നിങ്ങൾ ഉറങ്ങും? നിങ്ങൾ ഒരു പേജിൽ നിന്നും എന്നെങ്കിലും 2 പേജ് വായിക്കും. ആ 2 പേജിൽ നിന്ന് എന്നെങ്കിലും 4 പേജ് വായിക്കും. 4 പേജിൽ നിന്ന് എന്നെങ്കിലും 8 പേജ് വായിക്കും. ആ ബുക്ക് തീരുകയും ചെയ്യും ഒരു ദിവസം. അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ പോവുക. ഇതല്ലാതെ നിങ്ങൾ റെഡ്യൂസ് ചെയ്യും ഡോപ്പമിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഷോർട്ട് ഫോം വീഡിയോസ് കാണുന്നത് കുറയ്ക്കുക. സെക്കൻഡ്ലി നിങ്ങൾ റിയൽ ഫുഡ് കഴിക്കാൻ പോകും. ജങ്ക് ഫുഡ് വളരെ മോശമാണ്. ഫോർ എക്സാമ്പിൾ റസ്ക്, ബിസ്ക്കറ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും 2 ദിവസം ഭക്ഷണം കഴിക്കില്ല. അപ്പം നിങ്ങൾ ഇതൊക്കെ നമ്മൾ കഴിക്കാതിരിക്കാൻ നോക്കുക. ഇനി മെയിൻ ആയിട്ട് 2 കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് ടേമിലോട്ട് തിങ്ക് ചെയ്യുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഇത് എന്നെ 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് ബാധിക്കും. ഇപ്പൊ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു, ഇത് ഞാൻ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ബാധിക്കും. ഓക്കെ, പോസിറ്റീവ് രീതിയിൽ ഞാൻ ബാധിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഉണ്ടാക്കും. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷം ഇത് എന്നെ ബാധിക്കുമോ, ഇതെനിക്ക് ഗുണമുള്ളതാണോ ദോഷമുള്ളതാണോ എന്നുള്ള ചിന്തിച്ചിട്ട് മാത്രം അതിനെ യൂസ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് തിങ്, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നോക്കുക. സ്റ്റാർട്ട് സ്മോൾ. അതായത് ഇപ്പൊ ഞാൻ ജങ്ക് ഫുഡിന്റെ കാര്യം തന്നെ പറയാം. നിങ്ങൾക്കിപ്പം എന്താ പറയാ, എന്ന് നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു വിചാരിക്കും ഒരു നേരം. ഫോർ എക്സാമ്പിൾ രാത്രി എല്ലാ ദിവസവും നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുക. നാളെ തൊട്ട് നിങ്ങൾ ഫുൾ ഹെൽത്തി ആവണമെന്നില്ല. ജങ്ക് ഫുഡ് വാങ്ങിച്ചാലും കുറച്ച് വീട്ടിലെ ഭക്ഷണവും മിക്സ് ചെയ്ത് കഴിക്കുക. ആഴ്ചയിൽ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം ആക്കുക, അല്ലെങ്കിൽ 2 ദിവസം ആക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ പതുക്കെ ഒരു ദിവസം ആക്കുക, പിന്നെ 15 ദിവസത്തിൽ ഒരു ദിവസം ആക്കുക, പിന്നെ മാസത്തിൽ ഒരു ദിവസം ആക്കുക. ഞാൻ മൊത്തത്തോടെ നിർത്താൻ ഒരിക്കലും പറയില്ല. ജങ്ക് ഫുഡൊക്കെ നമ്മൾ എത്ര നമ്മൾ ഫുൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ലൈഫ് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു എൻജോയ്മെന്റും കാണില്ല. ജങ്ക് ഫുഡൊക്കെ ഞാനും കഴിക്കുന്ന ആളാണ്. ബട്ട് അതിന് അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു ലെവലുണ്ട്. അത് ക്രോസ് ചെയ്യാൻ നമ്മൾ നോക്കാൻ പാടില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിൽ ഞാൻ ഒരു ചെറിയ സെന്റൻസും കൂടെ പറഞ്ഞു നിർത്താം. സക്സസ്ഫുൾ പീപ്പിൾ ആർ നോട്ട് strong because they don't feel temptation. They're strong because they know how to control their temptations. So if you want to be strong, try to control your temptations. Thank you guys, that's all for today. ഈ വീഡിയോയും 15 മിനിറ്റ് അടുപ്പിച്ചായെന്ന് തോന്നുന്നു, അറിയില്ല. ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ അറിയാൻ പറ്റൂ. എന്നാലും ഇത് വലിയ വീഡിയോ ആണ്. എന്തായാലും ഞാൻ ഹോപ്പ്ഫുള്ളി ഈ വീഡിയോയ്ക്കും തരക്കേടില്ലാത്ത വ്യൂസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് see you in next video. Bye guys, have a good day.